നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സ്വന്തം വിമാനത്താവളങ്ങളിൽ ഒന്നാണ് കണ്ണൂർ വിമാനത്താവളം. മിനിസ്റ്റർക്ക് നന്നായി അറിയാം. എല്ലാ സാധ്യതകളും ഉള്ളതാണ്. ഉത്തര മലബാറിൻ്റെ ഒരു വികസനത്തിലേക്ക് അതിഗംഭീരമായി പറന്നുയരാൻ കഴിയുന്നൊരു വിമാനത്താവളം. അവിടേക്ക് വിദേശ വിമാന കമ്പനികൾ എത്തുന്നില്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഈ താല്പര്യമില്ലായ്മ കൊണ്ട് ആ വിമാനത്താവളത്തെ ഞെരുക്കുകയാണ്. അവിടെ ഈ പറഞ്ഞതുപോലുള്ള സഹായങ്ങളിലേക്ക് വരുന്നില്ല. എത്രയോ തവണയായി നമ്മൾ ആ വിമാനത്താവളത്തിന് വേണ്ടി പല തവണ വാദിക്കുന്നു. കേന്ദ്ര സർക്കാർ കണ്ണടച്ചിരിക്കുകയാണ്. ഇതുപോലൊരു അന്താരാഷ്ട്ര പോർട്ട്, തുറമുഖം ആ ഉയരങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. നിശ്ചയമായും ആ നിലയ്ക്ക് കേരള സർക്കാർ എടുത്ത വിശാലമായ കാഴ്ചപ്പാട് അഭിനന്ദനാർഹം തന്നെയാണ്. അപ്പോഴും ഒരു സംശയം, അപ്പോൾ പിന്നെ ഈ BJP-ക്കാർ വെച്ച ഫ്ലെക്സ്, അതിൻ്റെ അർത്ഥം എന്താണ്? നന്ദി മോദി, നന്ദി എന്നാണ് BJP-യുടെ ഫ്ലെക്സിൽ പറയുന്നത്. അതെന്താ, ഈ വന്നതിനുള്ള നന്ദിയാണോ അവർ ഉദ്ദേശിക്കുന്നത്? നന്ദി അത് അവർക്ക് പ്രധാനമന്ത്രി വന്നു പോകുമ്പോൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ എന്തെങ്കിലും വന്നതിനൊരു നന്ദി എന്നുള്ളതായിരിക്കും. അത് നിങ്ങൾ ചൂണ്ടിക്കാണിച്ചോട് ഞാൻ യോജിക്കുക. വേറെ രൂപത്തിലും നന്ദി പറയാനുള്ളൊരു അവകാശം അവർക്കില്ല. ഇനി ഒരു കാര്യം കൂടി പറയാം, അതുകൂടെ നമ്മുടെ പ്രേക്ഷകർ അറിയേണ്ടതാണ്. ഒന്ന്, രണ്ടാമത് നമ്മൾ പൊളിച്ചെഴുതിയ ത്രികക്ഷി കരാറിനകത്ത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഒപ്പിട്ട കണക്കനുസരിച്ച് 2034 മുതൽ നമുക്ക് റിട്ടേൺ ഇങ്ങോട്ട് കിട്ടുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭവിഹിതത്തിലെ 20% കേന്ദ്രത്തിനും 80% നമുക്കും എന്നതാണ് പുതിയ കരാർ. നമ്മൾക്കൊന്നും തരാതെ തന്നെ അവർക്ക് ഈ വീതം കൊടുക്കുന്നു. ചെറിയ കാര്യമാണോ? രണ്ട്, ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നമുക്ക് 1 രൂപ കിട്ടിയാൽ 60 പൈസ കേന്ദ്രത്തിനാണ്, നമുക്ക് 3 പൈസയേ കിട്ടുള്ളൂ. ഇതാണ് കസ്റ്റംസിൻ്റെ ഈ കാര്യത്തിലെ കേന്ദ്രത്തിൻ്റെ ഇടപെടൽ. അപ്പോൾ ഈ തുറമുഖം ഉണ്ടാകുന്നതുകൊണ്ട് കേന്ദ്രത്തിനുണ്ടായിക്കൊണ്ടിരിക്കുന്ന ലാഭം ഏതെല്ലാം തരത്തിലാണെന്ന് കൂടെ മനസ്സിലാക്കണം. അത്തരം ഒരു ഘട്ടത്തിൽ നമ്മളെ കൈയും മെയ്യും മറന്ന് സഹായിക്കേണ്ട കേന്ദ്രം യഥാർത്ഥത്തിൽ നമുക്ക് VGF ഗ്രാൻഡായി തരേണ്ടത് എല്ലാ അർത്ഥത്തിലും നമ്മൾ ചോദിക്കാതെ തന്നെ കേന്ദ്രത്തിൻ്റെ ധനകാര്യ മന്ത്രാലയത്തിൻ്റെ എംപവേർഡ് കമ്മിറ്റി ശുപാർശ ചെയ്തതനുസരിച്ച് നമുക്ക് തരേണ്ടതാണ്. അത് തന്നില്ല എന്നിപ്പോഴും വിഷമത്തോടു കൂടി ഇനിയും പ്രതീക്ഷയാണ് നമുക്കുള്ളത് കിട്ടുമെന്നുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ അതുകൂടി സന്ദർഭവശാൽ പ്രേക്ഷകർ അറിയണമെന്ന കാര്യം സൂചിപ്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്ന് പ്രധാനമന്ത്രി വന്നപ്പോൾ ഇതുവരെ ഒന്നും തന്നില്ലെങ്കിലും ഇന്നത്തെ ആ വേദിയിൽ വെച്ചെങ്കിലും എന്തെങ്കിലും ഒരു നല്ല ഓഫർ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നോ ആരെങ്കിലും? അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും സംസാരിച്ചിരുന്നോ? ഇല്ല, എന്തെങ്കിലും ഇല്ല. അത് അദ്ദേഹം നമ്മൾ ക്ഷണിച്ചു വരുത്തിയിട്ട് ഈ കാര്യം ചോദിക്കുന്നത് ഒരു അനൗചിത്യമുണ്ട്. അതൊരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. നമുക്ക് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചിലർ സ്വീകരിക്കുന്ന പോലെ നമുക്കൊരു നയം സ്വീകരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിയില്ല. കാരണം സംസ്കാര സമ്പന്നമായ സമീപനം സ്വീകരിക്കുന്ന ഒരു മുന്നണിയാണ് ഇടതുപക്ഷ മുന്നണി. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അദ്ദേഹത്തെ ക്ഷണിച്ചു വരുത്തി ഉദ്ഘാടനത്തിന് വരുമ്പോൾ ഞങ്ങൾക്ക് ഇതെല്ലാം തന്നോളെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഞാൻ അങ്ങനെയല്ല, അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു സമീപനം ഉണ്ടാകുമോ എന്നുള്ള ഒരു വശമുണ്ടല്ലോ, ഞാൻ അതേക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അത് ചിലരെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രഖ്യാപിക്കുമെന്നൊക്കെ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്തിയവരുണ്ടാവാം. ഏതായിരുന്നാലും മുഖ്യമന്ത്രിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ നമുക്കത് ഇല്ല എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹമായി വന്നപ്പോൾ തന്നെ അദ്ദേഹം നല്ല സൗഹൃദം പങ്കിട്ടു, പോകാൻ നേരത്ത് നല്ല സൗഹൃദമൊക്കെ പങ്കിട്ടു. ഇടപെടലിനും സമീപനത്തിനും സമീപനത്തിൽ അങ്ങനെയെങ്കിൽ അത്രയെങ്കിലും ഇരിക്കട്ടെ എന്ന് വിചാരിക്കുക. ബാക്കി നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു തന്നെ പോവുക എന്നുള്ളതേ പറയാൻ കഴിയൂ. ഈ കാലത്ത് രാജ്യത്തിൻ്റെ ഒരു പൊതുസ്ഥിതിയും